നിങ്ങൾ പുതിയ ഫോണോ സെക്കൻഡ് ഹാൻഡ് ഫോണോ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്താൽ പോയി. അതിനിപ്പോൾ ഓൺലൈനായിട്ട് OLX നിന്നോ ഫേസ്ബുക്ക് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പേഴ്സൺ ടു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഫോൺ വാങ്ങിക്കുന്നതിന് മുന്നേ പെട്ടുപോകാതിരിക്കാനും കുറച്ച് ക്യാഷ് ലാഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ഇനി നിങ്ങൾ ഫോൺ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഉപദേശിച്ച് കൊടുക്കാൻ പറ്റും. ആദ്യം തന്നെ പുതിയ ഫോൺ ആണെങ്കിലും യൂസ്ഡ് ഫോൺസ് ആണെങ്കിലും നേരെ വാങ്ങിച്ച ഉടനെ തന്നെ ബോക്സ് ഒന്നും പൊട്ടിക്കാതെ നേരെ വീട്ടിലേക്ക് പോരുന്നതിന് പകരം ഫസ്റ്റ് എവിടുന്നാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് അവിടുന്ന് തന്നെ മൊബൈൽ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. കാരണം ചില സെല്ലേഴ്സ് ബാറ്ററി ഡെഡ് ആയി ക്ലെയിം ചെയ്തിട്ടുള്ള ഫോണുകൾ സെല്ല് ചെയ്തിട്ട് ഉഡായ്പ് കാണിക്കാറുണ്ട്. അതുപോലെ ഷോപ്പുകളിൽ നിന്നാണ് നിങ്ങൾ ഫോൺ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്ത് നോക്കുക. ഇത് പലരും ചെയ്യാത്തൊരു സംഭവമാണ്. ഇനി അതല്ല നിങ്ങളെ OLX വഴിയോ ഒക്കെ ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു പവർ ബാങ്ക് കൂടെ നിങ്ങളെ കയ്യിൽ വെക്കുക. കാരണം ചിലപ്പോൾ എവിടെയെങ്കിലും റോഡ് സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് സെല്ല് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് സ്പോട്ടിൽ തന്നെ ചാർജ് ചെയ്ത് നോക്കുക. മേ ബി എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പോർട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പൊ തന്നെ റിട്ടേണും കൊടുക്കുക. പിന്നെ മൊബൈൽ ഫോണൊക്കെ ഓൺ ആക്കാതെ ആയിരിക്കും മേടിക്കോ എന്നായിരിക്കും. എന്നാൽ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓൺ ആക്കി നോക്കുക, ഈ പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ നോക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. ഇതിന് കൂടെ തന്നെ പുതിയ മൊബൈൽ ഫോൺ എടുക്കുന്നവർക്കും പഴയ മൊബൈൽ ഫോൺ എടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഏകദേശം ആളുകൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലേക്ക് വാട്സപ്പ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മൂവ് ടു iOS ആപ്പ് യൂസ് ചെയ്താൽ മതി എന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പുതിയ ഐഫോൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഐഫോൺ പൂർണ്ണമായിട്ട് ഫോർമാറ്റ് ചെയ്യണം, പിന്നെ നല്ല സ്ലോ ആയിരിക്കും. എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതെ വാട്സപ്പ് പൂർണ്ണമായിട്ട് എപ്പോൾ വേണമെങ്കിലും ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്കും ഐഫോൺ ടു ആൻഡ്രോയിഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ആൻഡ്രോയിഡ് നിന്ന് ഐഫോണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്താൽ ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ് എന്ന് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാം. ഇതിൽ തന്നെ വാട്സപ്പും വാട്സപ്പ് ബിസിനസ്സും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലേക്ക് മാറ്റുന്നതാണ്. അപ്പൊ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് ലോഡ് ആകും. ഇവിടെ ഏതൊക്കെ ഫയൽസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ലൈവ് വ്യൂവും കാണാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. രണ്ട് ഓപ്ഷനിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ Type-C to ലൈറ്റനിങ് കേബിൾ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ഐഫോണിലും ആൻഡ്രോയിഡിലും കണക്ട് ചെയ്ത് കൊടുക്കുക. ഐഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ദെൻ ഐഫോണിൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അതെല്ലാം കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ആൻഡ്രോയിഡിലുള്ള എല്ലാം നമുക്ക് ഐഫോണിലും കാണാം. ഇങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. ഇനി അതല്ലാതെ 3 ഫ്രീ ഓപ്ഷൻസും ഇതിൽ തന്നിട്ടുണ്ട്. നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. പിന്നെ ആരെങ്കിലും മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൽ കാണാൻ പറ്റും. അതല്ലാതെ വേറൊരു വാട്സപ്പ് ഇതിൽ ലോഗിൻ ചെയ്ത് വെക്കാനും പറ്റും. ഇങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് പുതിയ ഫോൺ വാങ്ങിക്കുന്നവർക്കും യൂസർ ഫോൺസ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുകൊണ്ട് പറഞ്ഞു തന്നാണ്. ഇനി നമ്മൾ ഫോണിന്റെ ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഫോൺ നിങ്ങളെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സ്ക്രാച്ചസോ ഡാമേജോ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഏകദേശം ആളുകളൊക്കെ സ്ക്രീൻ പ്രൊട്ടക്ടറും ബാക്ക് കവറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ വരുന്ന ഫോണുകളിലൊന്നും അധിക സ്ക്രാച്ചുകളൊന്നും കാണാറില്ല. ഈവൻ പുതിയ ഫോൺ ആണെന്നുണ്ടെങ്കിൽ വരെ അത് നോക്കുന്നത് നല്ലതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് മൊബൈൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് അതിനെന്തെങ്കിലും ചെറിയ ബെൻഡ് പോലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാലൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് ചെറിയ ബെൻഡ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കരുത്. കാരണം ചെറിയ ബെൻഡ് ആണെങ്കിൽ പോലും അത് ബാറ്ററിയുടെ ഇഷ്യൂവും കൂടെ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ക്യാമറക്കും ഉള്ളിൽ ലെൻസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 4-5 ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ വൈഡ് ആംഗിളിൽ 1x 2x 3x എത്രയാണോ അതിനുള്ളത് അത് ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. കാരണം അതിൽ ഏതെങ്കിലും ഒരു ക്യാമറ കേടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റ സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ബ്ലറിങ്ങോ ഫോക്കസ് ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോസിന് എന്തെങ്കിലും ജെർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ആ മൊബൈൽ എടുക്കരുത്. അപ്പൊ പുറത്തൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹാർഡ്വെയർ, ഇതിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഉള്ളിൽ ചെക്ക് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ *0*# എന്നുള്ള കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് സ്ക്രീന്, സ്പീക്കർ, വൈബ്രേഷൻ മോട്ടർ, ടച്ച്, കളർ, ക്യാമറ, ഫ്ലാഷ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് അധിക പേരും ചെക്ക് ചെയ്യാത്തതാണ് ഈ ഇയർ പീസിന്റെ ഇവിടെയുള്ള വോളിയം, അതേപോലെ തന്നെ മൈക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതും വർക്ക് ചെയ്യുന്നില്ല, അവിടെയും ഇവിടെയും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാവുക. ഇനി ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ഫോൺ ഡോക്ടർ പ്ലസ് എന്നുള്ള ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഹാർഡ്വെയർ ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും. ഈ സെയിം ആപ്പ് തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളും പുതിയ ഫോൺ ആണെങ്കിലും യൂസ്ഡ് ഫോൺസ് ആണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഫോൺ ഒറിജിനൽ തന്നെയാണോ? ഇപ്പൊ ഡ്യൂപ്പൊക്കെ അറിയാമല്ലോ, ഒറിജിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ്. അപ്പൊ അത് ഒറിജിനൽ ആണോ, എന്തെങ്കിലും ബ്ലോക്കോ ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. *#06# എന്നുള്ള ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ IMEI നമ്പർ കിട്ടും. ഈ IMEI നമ്പർ ഇതുപോലെയുള്ള സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ സ്റ്റാറ്റസ് കിട്ടും. ഇതിലൂടെ നമുക്ക് ഫോൺ ഒറിജിനൽ ആണോ, ഫോണിന് എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, മറ്റുള്ള സിമ്മോ നെറ്റ്വർക്കോ ഒക്കെ യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി വാങ്ങിക്കാൻ പോകുന്ന ഫോണിന്റെ പാർട്സ് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ, റീഫർബിഷ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഐഫോൺ ആണ് വാങ്ങിക്കാൻ പോകുന്നതാണെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ജനറലിൽ അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മോഡൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും. അപ്പൊ അതിന്റെ ആദ്യത്തെ ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ ലെറ്റർ ആണ് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും പാർട്സോ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. ആപ്പിളിന്റെ ഒഫീഷ്യൽ അല്ലാതെ എന്തെങ്കിലും തേർഡ് പാർട്ടി ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വാർണിംഗ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈമിന് സാധനം വാങ്ങിക്കുക എന്നുള്ളതും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഏതൊരു കമ്പനിയുടെയും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിപ്പോ പുതിയ ഫോൺ ആണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോൺ ആണെങ്കിലും മുന്നേ ഇറങ്ങിയിട്ടുള്ള മോഡലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം വാങ്ങിക്കുക. കാരണം നല്ലൊരു എമൗണ്ട് പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ ഇതിന്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ആ ഒരു മോഡലിന് കുറയും. ഇപ്പൊ ഐഫോൺ ഒക്കെ ആണെങ്കിൽ സെപ്റ്റംബറിന് ശേഷം മേടിക്കാം. കാരണം സെപ്റ്റംബറിലാണ് ഇതിന്റെ മെയിൻ ഇവന്റ് ഒക്കെ നടക്കുന്നത്. ഇപ്പൊ ഗൂഗിളിന്റെ പിക്സൽ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബറിന് ശേഷം വാങ്ങിക്കാം. അതേപോലെ സാംസങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ക്യാഷ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെക്ക് ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ പറ്റിപ്പിൽ നിന്ന് രക്ഷപ്പെടാം. നിങ്ങളോ നിങ്ങളെ ഫ്രണ്ട്സോ മുന്നേ എപ്പോഴെങ്കിലും ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഫോണോ പുതിയ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് വല്ല പണിയും കിട്ടിയ കഥയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ശ്രദ്ധിച്ചിട്ടൊക്കെ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കട്ടെ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.